ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഷിംഗ് മെഷീൻ വർക്കിയിടാനാണ് കേൾക്കുന്ന അറിയാം. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ എന്താ പറയുക, പരിപാടികളൊക്കെ വേഗം തുടങ്ങിയിട്ടുണ്ടെന്ന് കുറച്ചും കൂടെ നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. 4:45 എണീറ്റിട്ടുണ്ട്. 5:15 കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി. നമ്മുടെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മോര് കറി വയ്ക്കണം. അപ്പോൾ ആ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ കഴിഞ്ഞ് പിന്നെ ദോശയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചമ്മന്തിയും എന്താ പറയുക, ചട്ടിയും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ അവർ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വിളക്ക് വെക്കണം. രുദ്ര എണീറ്റിട്ടുണ്ട്. അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അമ്പലത്തേക്ക് പോകേണ്ടത് കാരണമാണ് നേരത്തെ എണീറ്റതല്ല, ഒന്നുകൂടെ നേരത്തെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ സ്വാമിമാർ കുളിച്ച് വരുമ്പോഴത്തേനും വിളക്കൊക്കെ വെക്കുകയാണ്. കിണ്ടിയിൽ വെള്ളം പിന്നെ ആദ്യം കൊണ്ടുവയ്ക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വിളക്ക് വയ്ക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്പലത്തേക്ക് പോകാണ്ട് നമുക്ക് അയ്യപ്പൻകുന്ന് പറയും. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ആ അമ്പലം അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു അമ്പലമാണ്. എന്നുവെച്ചാൽ അവിടെ എന്തോ പണിക്കാർക്ക് പണിയെടുക്കുമ്പോൾ എന്തോ കിട്ടിയിട്ട് അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ 8ൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്വാമിമാരൊക്കെ വന്നൊരു കട്ടൻ കുടിച്ചു. അതിന് ശേഷം നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളത് അമ്പലത്തിലെത്തിയിട്ടാണ്. കുറേ കയറാണ്ട്. ഏട്ടനും രുദ്രും അമ്മയും ദേവൊക്കെ അത് ഫ്രണ്ടിൽ കയറി പോകുന്നു. ഞാനും പാർട്ടിയും അവിടെ കയറുന്നു. ഇത് മല അയ്യപ്പൻകുന്ന് ക്ഷേത്രമാണ് കേട്ടോ. അവിടെ ഉണ്ടായ സമയത്തെങ്ങാനും ഞാൻ വന്നതാണ് ചെറുതാവുമ്പോൾ. ചെറുത് പറഞ്ഞാൽ 9, 10 അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ഇത് എപ്പോഴാണ് വരുന്നത്. അപ്പം ഞാൻ മേലെ എത്തിയിട്ട് കാണിച്ചിട്ടാ. അപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നാളെ ഇവിടുത്തെ വിളക്കാണത്ര. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. സൈഡൊക്കെ കണ്ട മൊന്തൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അതുപോലെ അവിടെ ഈ ഒരു പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ. എത്ര സ്റ്റെപ്പ് അങ്ങനെ എന്തോ അവിടെ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഇത് ഒരു വണ്ട് പോലത്തെ സാധനം. ഞാൻ ഇതിന് ആദ്യമായിട്ട് കാണണം. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നേരെ സത്യം പറഞ്ഞാൽ 7 മണി അങ്ങനെ എന്തോ ആയിട്ടില്ല. 7 മണിയല്ല, 8 മണി എങ്ങാണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മേലെ കുന്നിൻ്റെ മുകളിലാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. നടക്കുമ്പോൾ ചെറുതായി കാലുമ്പോൾ പുല്ലും തൊട്ടാവാടിയൊക്കെ കുത്തുട്ടാ. അപ്പോൾ അവിടെ പിള്ളേർ ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ പിള്ളേരോട് ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ അമ്പലം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കാണാൻ. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വന്ന് കണ്ടുപോയതാണ്. പിന്നെ ഇത് എപ്പോഴാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വേറൊരു ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുഹയുടെ കാര്യം. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഗുഹയിൽ നാഗങ്ങളുണ്ടെന്നോ നാഗങ്ങളെ കണ്ടിട്ടുണ്ടെന്നോ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയെന്ന് അങ്ങനെയൊക്കെയാണ് ഇതിന് സംഭവിക്കുക. കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതാ നമ്മളിത് താഴത്ത് ഒരു ഇത് ഞാൻ പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ദേവു കയറിയിട്ട് മുകളിൽ കുത്തുണ്ട് പറഞ്ഞിട്ട്. പിന്നെ രുദ്രനെ ഇടയ്ക്ക് അവൾ എടുത്ത് നടക്കും. തുഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. വിശക്കുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നത്. പക്ഷെ നമ്മളെ ഓട്ടോ ചേട്ടന് വാടകയുണ്ട് 9 മണിക്ക്. ഇപ്പം 8:30. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലെത്തണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നി. പക്ഷെ നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കണുള്ളൂ. അപ്പോൾ അത് ഓട്ടോറിക്ഷയിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരുമിച്ച് വരാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും അമ്പലത്തേക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് കണ്ട കാരണം ഒന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനും കൂടെ പോയത്. അപ്പോൾ വന്നു. ഇപ്പോൾ നമ്മളുടെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചട്നിയും ചമ്മന്തിയും ദോശ കൂടി കഴിക്കാനുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ